നെക്സ്റ്റ് നമ്മൾ C++ പ്രോഗ്രാം ഉപയോഗിച്ച് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഒരു വർഷം ലീപ്പ് ഇയർ ആണോ അതോ നോർമൽ ഇയർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യമായി ലീപ്പ് ഇയർ എന്ന കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. സോ യഥാർത്ഥത്തിൽ നമുക്ക് 1 ഇയർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 365.242189 ദിവസമാണ്. സോ നമുക്ക് സാധാരണ ഉണ്ടാകുന്നത് ഈ കലണ്ടറിൽ 365 ദിവസമുള്ള വർഷങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ 366 ദിവസങ്ങളുള്ള വർഷങ്ങൾ ഉണ്ടായിരിക്കും. സോ 365 ദിവസങ്ങളുള്ള വർഷങ്ങളെ നമ്മൾ നോർമൽ ഇയർ എന്ന് പറയുന്നു. 366 ദിവസങ്ങളുള്ള വർഷങ്ങളെ നമ്മൾ ലീപ്പ് ഇയർ എന്ന് പറയുന്നു. 366 ദിവസങ്ങളുള്ള വർഷങ്ങളിലാണ് നമുക്ക് ഫെബ്രുവരി 29 ഉണ്ടാകുന്നത്. ഇതാണ് ജസ്റ്റ് സിമ്പിളായി പറഞ്ഞാൽ ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. സോ ഈ ഒരു 365 ദിവസമുള്ള ഇയർ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് 4 വർഷം കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തിന്റെ വ്യത്യാസം വരും. സോ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് 4ാമത്തെ വർഷത്തിൽ ഒരു ദിവസം ചേർത്തിട്ടാണ്. സോ അതുപോലെ നമുക്ക് 100 വർഷം കൂടുകയാണെങ്കിൽ 100 വർഷം കൂടുമ്പോൾ നമുക്ക് ഒരു ലീപ്പ് ഇയർ സ്കിപ്പ് ചെയ്യേണ്ടി വരും. അതുപോലെ 400 വർഷം കൂടുമ്പോൾ ഒരു ലീപ്പ് ഇയർ ആഡ് ചെയ്യേണ്ടി വരും. സോ ഇങ്ങനെയാണ് ഇതിന്റെ ലീപ്പ് ഇയറിന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ഫെബ്രുവരി 29 ഉള്ള അതായത് 366 ദിവസമുള്ള വർഷങ്ങൾ നമ്മൾ ലീപ്പ് ഇയർ എന്ന് പറയുന്നു. സാധാരണ 365 വർഷങ്ങളുള്ള ഇയർ നമ്മൾ നോർമൽ ഇയർ എന്ന് പറയുന്നു. സോ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഒരു വർഷം ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്നെങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. ഇതിൽ പ്രധാനമായി 2 കണ്ടീഷനാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇയറിനെ നമ്മൾ 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ സോ നമുക്ക് ശിഷ്ടം 0 ലഭിക്കണം. ഇത് ഒന്നാമത്തെ കണ്ടീഷനാണ്. സോ ഇത് ലഭിച്ചാൽ മാത്രം പോരാ. സോ നമുക്ക് രണ്ടാമത്തെ കണ്ടീഷൻ ആയിട്ടുള്ള ആ 400 വർഷത്തിന്റെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് 100 വർഷം കൂടുമ്പോൾ അതായത് സെഞ്ചുറി ഇയേഴ്സ് അതായത് 00ൽ എൻഡ് ചെയ്യുന്ന വർഷങ്ങൾ. ഉദാഹരണമായി പറയുകയാണെങ്കിൽ 1900, അതുപോലെ 1800, അതുപോലെ 2000 തുടങ്ങിയ വർഷങ്ങളെല്ലാം 20ൽ അവസാനിക്കുന്ന വർഷങ്ങൾ. സോ ഇങ്ങനെ 20ൽ അവസാനിക്കുന്ന വർഷങ്ങളെ നമ്മൾ വീണ്ടും 400 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശേഷം 0 ലഭിക്കണം. ഈ 2 കണ്ടീഷനും ഈ 2 കണ്ടീഷനും ട്രൂ ആയാൽ മാത്രമേ ആ ഒരു ഇയർ ലീപ്പ് ഇയർ ആവുകയുള്ളൂ. അതാണ് ഇതിന്റെ ലോജിക് എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ ആദ്യമായി ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഇൻറ്റ് ഇയർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം നമ്മളൊരു സാധാരണ പോലെ നമ്മളൊരു മെസ്സേജ് പ്രിന്റ് ചെയ്യുന്നു. എൻ്റർ എ ഇയർ. അത് നമ്മൾ ഇയർ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. സോ ഇനി നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് നമുക്ക് ആ ഒരു നമ്മൾ എൻ്റർ ചെയ്ത വർഷത്തിൽ 366 ദിവസം ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യമായി ചെയ്യേണ്ടത് 4 കൊണ്ട് ഹരിക്കുകയാണ്. സോ നമ്മൾ മോഡുലസ് ഓപ്പറേറ്റർ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ സിസ്റ്റം 0 ആണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ കണ്ടീഷനും കൂടി ചെക്ക് ചെയ്യുന്നു. സോ നമുക്ക് സിമ്പിളായി ഒരു ഈഫ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാം. ഈഫ് ഇയർ മോഡുലസ് 4 ഈക്വൽ ടു 0. നമ്മൾ അല്ലെങ്കിൽ എന്നതിനുള്ള അല്ലെങ്കിൽ നമുക്കറിയാം ഇത് നോർമൽ ഇയർ ആണ്. സോ നമ്മളിവിടെ സി ഔട്ട് അല്ലെങ്കിൽ എന്നതിനുള്ള റിസൾട്ട് കൊടുക്കുന്നു നോർമൽ ഇയർ ആണെങ്കിൽ നമുക്ക് അതിനുള്ളിൽ മറ്റു 2 കണ്ടീഷനുകൾ കൂടി ചെക്ക് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ സെഞ്ചുറി ഇയേഴ്സിന് അതായത് അവസാനം 00 വരുന്ന വർഷങ്ങളെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ അത് നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ നോക്കാം. സോ ഈഫ് ഇയർ മോഡുലസ് 100. സോ 100 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 0 ലഭിക്കുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. സോ നമ്മളിപ്പോൾ ഈ ഒരു കണ്ടീഷനോട് കൂടി നമ്മൾ സെഞ്ചുറി ഇയേഴ്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനുള്ളിൽ നമുക്ക് അടുത്ത കണ്ടീഷൻ കൊടുക്കാം. സോ 100 സെഞ്ചുറി ഇയേഴ്സ് അല്ലെങ്കിൽ നമുക്കത് ലീപ്പ് ഇയർ എന്ന് കൊടുക്കാം. സോ ഞാനിവിടെ ഇയേഴ്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് പേസ്റ്റ് ചെയ്തതിനു ശേഷം ഞാനിവിടെ ലീപ്പ് ഇയർ എന്ന് കൊടുക്കുന്നു. സോ സെഞ്ചുറി ഇയേഴ്സ് അല്ലാത്ത 4 കൊണ്ട് ഹരിച്ചാൽ 0 കിട്ടുന്ന ബാക്കി എല്ലാ വർഷങ്ങളും ലീപ്പ് ഇയർ ആണ്. സോ ഈ സെഞ്ചുറി ഇയേഴ്സിനെ നമ്മൾ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു കണ്ടീഷൻ 400 കൊണ്ട് ഹരിക്കുന്നു. സോ ഇയർ മോഡുലസ് 400 അത് നമുക്ക് 0 ലഭിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു മെസ്സേജ് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. സോ അല്ലെങ്കിൽ ഞാൻ ഈ ഒരു എൽസ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്ത ശേഷം ഈ ഭാഗത്ത് വന്ന് പേസ്റ്റ് ചെയ്യുന്നു. നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഇത് എന്ന് പറയുന്നത് ഒരു നോർമൽ ഇയർ ആയിരിക്കും. സോ നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഒന്നുകൂടി നോക്കാം. സോ നമ്മൾ ആദ്യമായി 4 കൊണ്ട് ഹരിച്ച് 0 ലഭിച്ചു കഴിഞ്ഞാൽ നമ്മളതിനെ വീണ്ടും സെഞ്ചുറി ഇയേഴ്സ് സെപ്പറേറ്റ് ചെയ്യുന്നു. സെഞ്ചുറി ഇയേഴ്സ് സെപ്പറേറ്റ് ചെയ്ത് ഇതിനുള്ളിൽ കൊണ്ടുവരുന്നു. സെഞ്ചുറി ഇയേഴ്സ് സെപ്പറേറ്റ് ചെയ്ത ബാക്കിയുള്ള വർഷങ്ങളെല്ലാം നമ്മൾ ലീപ്പ് ഇയർ ആയി കൊടുക്കുന്നു. ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് ലീപ്പ് ഇയർ ആയി കൊടുക്കുന്നു. സെഞ്ചുറി ഇയേഴ്സിനെ നമ്മൾ വീണ്ടും 400 കൊണ്ട് ഹരിച്ച് 0 ആണെങ്കിൽ ലീപ്പ് ഇയർ കൊടുക്കുന്നു, അല്ലെങ്കിൽ നോർമൽ ഇയർ കൊടുക്കുന്നു. സോ നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഒന്ന് സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം.
സോ നമ്മൾ 2000 എൻ്റർ ചെയ്ത് നോക്കാം. 2000 എന്ന് പറയുന്ന ഒരു ലീപ്പ് ഇയർ ആണ്. സോ നമുക്ക് ലീപ്പ് ഇയർ എന്ന് പറയുന്ന ഒരു മെസ്സേജ് ലഭിക്കുന്നു. സോ നമുക്ക് 2002 എൻ്റർ ചെയ്ത് നോക്കാം. 2002 നോർമൽ ഇയർ ആണ്. അതുപോലെ നമുക്ക് 2020 ഒരു ലീപ്പ് ഇയർ ആണ്. സോ 2020 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലീപ്പ് ഇയർ അത് ലഭിക്കുന്നു. അതുപോലെ 2021 ആണെങ്കിൽ നോർമൽ ഇയർ ആണ്. അതുപോലെ നമുക്ക് 2006 നോക്കാം. 2006 നോർമൽ ഇയർ ആണ്. അതുപോലെ 2012 നോക്കുകയാണെങ്കിൽ 2012 ലീപ്പ് ഇയർ ആണ്. സോ ഇത്തരത്തിൽ ഈ ഒരു പ്രോഗ്രാം ഉപയോഗിച്ച് നമുക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഒരു വർഷം ലീപ്പ് ഇയർ ആണോ അതോ നോർമൽ ഇയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്.